നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? എന്തിനാ ഈ വക ചിന്തകൾ? ഇത് വെറുതെ എന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളല്ല അമ്മേ. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ഒരു അഘോരി എന്നോട് പ്രവചിച്ചതാ. എന്ത് പ്രവചനം? നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നീ തന്നെ പൊട്ടിക്കും. നിന്റെ താലി അറ്റുപോകും. നീ വിധവയാകും. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലുക. ത്രികാലങ്ങളൊക്കെ പ്രവചിക്കാൻ ശേഷിയുള്ളവരല്ലേ അഘോരികൾ? അത്തരമൊരു ദിവ്യൻ ഇതുപോലൊരു പ്രവചനം നടത്തുമ്പോ അതെങ്ങനെ തള്ളിക്കളയാനാവുക? അഘോരി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാനിനി ജീവനോടെ ശേഷിക്കാൻ പാടില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് സാധ്യമാവുമെങ്കിൽ അമ്മ എന്റെ ആയുസ് ഒന്ന് ഒടുക്കിത്താ. നീ കരയാതിരിക്കും മോളെ. ഒരാളിന്റെ ആയുസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ അഘോരികളുടെ പ്രവചനത്തിന് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആരുടെ ആയുസ് എപ്പോൾ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് കാലാന്തകനായ സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ്. ഭഗവാൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. നിന്റെ ഈ കണ്ണീര് ഭഗവാൻ കാണും. നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല. നിനക്ക് ഭഗവാന്റെ അനുഗ്രഹവും ഉദയന്നൂർ അമ്മയുടെ അനുഗ്രഹവുമുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് വരമായി തൃക്കണ്ണ് ലഭിച്ചത്. ആ വരദാനത്തെ, ആ തൃക്കണ്ണിനെ നീ ഒരിക്കലും ശാപമായി കാണരുത്. ദേവിയുടെ അനുഗ്രഹത്താൽ നീ എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മകൻ വിശാലിനെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കും. നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ. നീ ഈ ആധിയെല്ലാം കളഞ്ഞ് അവനെ രക്ഷിക്കാൻ ശ്രമിക്ക. എന്നിട്ടും മരണമാണ് അവന് വിധിച്ചിരിക്കുന്നതെങ്കിൽ അത് നിന്റെ പിഴയല്ല. അതിന്റെ പേരിൽ നിന്നെ ഞാൻ ശപിക്കുകയുമില്ല. അതുകൊണ്ട് നീ സമാധാനമായി ധൈര്യപൂർവം മുന്നോട്ട് പോവുക. വിശാലിനെ ബാധിച്ചേക്കാവുന്ന എന്താപത്തും നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയിൽ അകന്നു മാറിപ്പോകും. വിശ്വസിക്ക്. ഉദയന്നൂരമ്മ നിന്നെ കൈവിടിയില്ല. സത്യം പറഞ്ഞ ചേച്ചി അവിടെ വെച്ച് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. അവള് പോയി എന്ന് പറഞ്ഞ ക്ഷേത്രവും അവളുടെ സ്വഭാവം തമ്മിൽ എന്ത് ബന്ധമുള്ളത്? സാധാരണ ബാധ കൂടി അത് ഒഴിപ്പിക്കാനല്ലേ ക്ഷേത്രത്തിൽ മന്ത്രവാദിയുടെ അടുത്തൊക്കെ പോകുന്നേ. ചേച്ചി പറയുന്ന കേട്ടാലേ അമ്പലത്തിൽ ചെന്ന് ബാധയെടുത്ത് മടി വെച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നല്ലോ തോന്നും. പ്രതാപ, എനിക്കും പിക്ചർ ക്ലിയർ ആവുന്നില്ല. പാർവതി വിശാലിന്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നുള്ളത് സത്യമാ. പക്ഷേ അവള് പൂർണ്ണമായിട്ട് അകന്നും പോകുന്നില്ല. അടുത്തിട്ടുമില്ല, അകന്നിട്ടുമില്ല. അതാണ് കുഴപ്പം. കുറച്ച് ദിവസമായിട്ടാ പാർവതിയിൽ ഈ മാറ്റം കണ്ടു തുടങ്ങിയത്. ശരിക്കും ഇത് പഴയ പാർവതിയുടെ ക്യാരക്ടറേ അല്ല. എന്തായിരിക്കും മാറ്റത്തിന് കാരണം? അവൾ ഉദയന്നൂരമ്മയുടെ തീവ്ര ഭക്തയാണ്.
ആ ഭക്തിയായിരിക്കുമോ കാരണം? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഏതെങ്കിലും ആത്മാക്കള് പറഞ്ഞുകൊടുത്ത തന്ത്രമായിരിക്കുമോ? എന്താണെങ്കിലും ഇതിന് പിന്നിൽ ശക്തമായൊരു കാരണമുണ്ട്. അങ്ങനെ ഒരു കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കുന്ന ആളേ അല്ല അവള്. അതിനാണ് വിശാല് പറഞ്ഞ ആ ക്ഷേത്രത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും ഒരു ക്ലൂ പോലും അവളുടെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഒരു മുത്തുമണി പോലും അവളുടെ വായിന്ന് വീഴില്ല. ഇനിയിപ്പോ ഇതൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചോട്ടുന്നതായിരിക്കും. ഒരു പിടിയും കിട്ടുന്നില്ല. മനുഷ്യന്റെ മനസ്സമാധാനം പോയി. അല്ല, അവൾ ഒരു പക്ഷെ കാണിക്കുന്ന മണ്ടത്തരത്തിന് നമ്മൾ നമുക്ക് തന്നെ അധികമായിട്ട് നമ്മളാണോ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുത്ത് വെച്ചിരിക്കുന്നത്? അല്ല പ്രതാപ, ഞാൻ ഒരിക്കലും ആ പാർവതിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. അവളെ അങ്ങനെ കണക്കാക്കിയതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അതിനുള്ള വിലയാ നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ ഒരിക്കലും ഒരു ആവറേജ് പെണ്ണല്ല. സാധാരണ സ്ത്രീകളെ വെച്ച് അവളെ കമ്പയർ ചെയ്യാനും പറ്റില്ല. പാർവതിക്ക് പണം ആവശ്യമില്ല. സ്വത്തുക്കളോടും അങ്ങനെ ഒരിഷ്ടവും ഇല്ല. ആഭരണങ്ങൾ വേണ്ട എന്ന് പറയുന്ന പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് തന്നെ. നമ്മൾ അവളെ എത്രയോ തവണ അപമാനിച്ചു. എന്നാ നമ്മളോട് ഒരു ദേഷ്യം പോലും അവൾ ഇന്നേ വരെ കാണിച്ചിട്ടുമില്ല. വിശാലും ഒത്ത് ജീവിച്ചിട്ടുമില്ല. വിശാലിനെ വിട്ട് പോയിട്ടുമില്ല. അവളുടെ ചിന്തകളും പ്രവൃത്തിയും മറ്റെന്തോ ആണ് പ്രതാപ. അത് നമ്മൾ ശരിയായ രീതിയിൽ കണ്ടുപിടിക്കണം. ഈ സ്ത്രീകളെ മനസ്സിലാക്കാന്ന് പറയുന്നത് കടപ്പുറത്ത് പോയിരുന്ന തിരയെണ്ണതിന് തുല്യ. ഒരിക്കലും എണ്ണി തീരില്ല. ഇവളുമാരുടെ മനസ്സ് ഒരിക്കലും മനസ്സിലാക്കാനും കഴിയില്ല. പ്രതാപ, സോറി ചേച്ചി, ഞാൻ ചേച്ചിയല്ല ഉദ്ദേശിച്ചത്. ഒരു ഐഡിയയും കിട്ടുന്നില്ല ചേച്ചി. പക്ഷേ അവള് ആ പാർവതി എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതിന്റെ പിന്നിൽ എന്തോ ശക്തമായ വലിയ കാരണമുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ആ കാരണം കണ്ടുപിടിച്ച് അത് തന്നെ അവക്കെതിരെ പ്രയോഗിച്ച് അവളെ എന്നേക്കുമായി ഇല്ലാതാക്കണം. അതാണ് വേണ്ടത്. എത്രയോ പേരെ എങ്ങനെയൊക്കെ ചേച്ചി താണ്ടോ അടുത്തീർത്തു. എന്നിട്ടാണ് ഈ പീറപ്പെണ്ണ്. ചേച്ചിക്ക് ഇതൊക്കെ നിസ്സാരമല്ലേ? പിന്നെ ഇവക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. കാരണം അവൾ തന്ത്രശാലി മാത്രമല്ല, മന്ത്രവാദി കൂടിയാ. എന്താ മോളെ, എന്തിനാ നീ വാതിലടിച്ച് കുറ്റിയിട്ടെ? നിന്റെ ചെവിക്കൊറ്റയ്ക്ക് രണ്ട് തരുന്നത് ആരും കാണാതിരിക്കാനായിട്ട്. നിനക്ക് പരസ്യമായിട്ട് തല്ലു കിട്ടിയല്ലേ ശീലമുള്ളൂ. അവളൊരു ശീലാവധി വന്നിരിക്കുന്നു. നീ ആരാന്നാ നിന്റെ വിചാരം? ദാനധർമ്മിഷ്ഠനായ മഹാബലി തമ്പുരാന്റെ മറ്റൊരു അവതാരോ? നീ ഇങ്ങനെ കലി തുള്ളാതെ കാര്യം എന്താന്ന് പറ പല്ലവി. നീ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ വീണ്ടും പറയുമ്പോഴേ എന്റെ നാവ് കൂടി പൊഴുത്തുപോകും. ദേ പല്ലവി, ഞാൻ എന്നെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന മാതിരി നീ പെരുമാറല്ലേ. വല്ലതും പറയാനുണ്ടെങ്കിൽ വളച്ചു കെട്ടില്ലാതെ പറയ. അപ്പോഴേ കേൾക്കുന്നവർക്കത് മനസ്സിലാവൂ. ശരി, എന്നാ ധർമ്മിഷ്ഠയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയില് ഞാൻ ചോദിക്കാം. നീ എന്തിനാ സ്വന്തം വീട്ടിലെ ജോലിക്കാരിയായി നിൽക്കുന്നത്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തേനെ? നിനക്ക് ജീവിക്കാൻ അറിയില്ല. ഇക്കണക്കിന് നിന്റെ കൂടെ പിറന്ന കുറ്റത്തിന് നീ എന്നെ ഇവിടുത്തെ ജോലിക്കാരിയാക്കാൻ ശ്രമിക്കുമല്ലോ. സ്വന്തം വീട്ടിലെ ജോലി ചെയ്താ അതിനെ വേലക്കാരി എന്ന് പറയില്ല. അത് പോട്ടെ, അതൊന്നും ഇപ്പൊ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. നിന്നോട് സംസാരിച്ച സമയം കളയാൻ ഞാനില്ല. ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം. നിനക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണോ സ്വത്തോ ഒക്കെ തന്നു എന്ന് പറഞ്ഞു കേട്ടല്ലോ, ശരിയാണോ? അതെ,
ശരിയാണ്. സ്വർണം, വൈരം, വൈഡൂര്യം, അങ്ങനെ ഒരുപാട് ആഭരണങ്ങളും, വീട്, ഫാക്ടറി, എസ്റ്റേറ്റ്, അങ്ങനെ ഒരുപാട് സ്വത്ത് വകകളും വിശാൽ സാറിന്റെ ഭാര്യയായ എന്റെ പേർക്ക് എഴുതി വെച്ചു. മൊത്തം 500 കോടിയുടെ ആസ്തി. പല്ലവി, പല്ലവി, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. ഇത്രയും സ്വത്ത് നിനക്ക് തന്നപ്പോ അതൊന്നും വേണ്ടെന്ന് നീ പറഞ്ഞതും സത്യമാണോ? അതെല്ലാം നീ തിരിച്ചു കൊടുത്തോ? ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? ആര് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, അതൊന്നും അല്ല കാര്യം. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ആര് പറഞ്ഞിട്ട്? അല്ലെങ്കിൽ ആരെ പേടിച്ചിട്ട്? പറയടി ചേച്ചി, അതെന്തിനു തിരിച്ചു കൊടുത്തോന്ന് എനിക്ക് അറിയണം. പല്ലവി, നീ ഇവിടെ വിരുന്നുകാരിയായിട്ടാ വന്നിരിക്കുന്നത്. ഇവിടെയുള്ള കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. അതൊന്നും പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ഇതെല്ലാം വിശാൽ സാറിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തത്. ഇപ്പോ എനിക്ക് നിന്നോട് അതേ പറയാനുള്ളൂ. വിശാൽ സാറിന്റെ നന്മയ്ക്കോ? ചേച്ചിയുടെ ആദ്യ രാത്രി പോലും ഇതുവരെ നടന്നിട്ടില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നീ ഒരു പെണ്ണല്ലേ, ഭാര്യയല്ലേ? ഒരു ഭർത്താവിന് വേണ്ട ഈ ഒരു കാര്യം പോലും നീ ചെയ്തിട്ടില്ല. എന്നിട്ട് അവള് അയാൾക്ക് നന്മയുണ്ടാവാൻ കിട്ടിയ നിധികുമ്പം തിരിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ടോ നീ ഇവിടെ ഒരു ഭാര്യയായി ജീവിക്കാതെ ഒരു ജോലിക്കാരിയായി ജീവിക്കുന്നു. എന്തിന്? നാട്ടിലെല്ലാരും വിചാരിക്കുന്നത് നീ ഇവിടെ കോടീശ്വരിയായി സസുഖം ജീവിക്കുന്നു എന്നാ. അവർക്കൊക്കെ ഇവിടെ വന്നാലല്ലേ സത്യം അറിയാൻ പറ്റൂ. മതി, നിർത്ത. നിന്റെ പ്രായത്തെക്കാളും വലിയ കാര്യങ്ങളാ നീ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീയാണ് ജീവിക്കാൻ അറിയാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു നിമിഷമെങ്കിലും എന്നെയോ മുത്തശ്ശനെയോ രോഗിയായി നമ്മുടെ അമ്മയെ കുറിച്ചെങ്കിലും നീ ചിന്തിച്ചോ? ഇവിടെ വിശാൽ സാറിന്റെ ഭാര്യയായി ജീവിക്കേണ്ട നീ ജോലിക്കാരിയായി കഴിയുന്നു. ഇതിലും ഭേദം നീ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജോലികൾ നോക്കി ചെയ്തിരുന്നെങ്കിലേ അത് എനിക്കും അമ്മയ്ക്കും മുത്തശ്ശനും ഒരുപാട് സഹായമായേനെ. പെട്ടിയും കിടക്കെടുത്ത് എന്റെ കൂടെ പോരെ, അതാ നിനക്ക് നല്ലത്. ഇവിടുത്തെ സമ്പന്നത സ്വപ്നം കണ്ടല്ല ഞാൻ വിശാൽ സാറിന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അതൊക്കെ അറിയുന്നത് പോലും. പക്ഷേ എന്താ ഒരു പക്ഷേല് നിർത്തി കളഞ്ഞത്? അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല മോളെ. അടുക്കളയിലേ ഞാൻ നല്ല ഉഴുന്നുവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെന്നെടുത്ത് കഴിക്ക. ഞാൻ പോണം, അതല്ലേ തമ്പുരാട്ടി ഉദ്ദേശിച്ചത്? ഈ മുറിയിൽ നിന്ന് മാത്രല്ല, ഈ വീട്ടിൽ നിന്ന് മാത്രല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോകാം. ഞാൻ പോയി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മയോടും മുത്തശ്ശനോടും പറഞ്ഞ് ശരിയാക്കി തരാം. അവര് വന്ന് ചോദിച്ചാലേ നീ സത്യം പറയും. മോളെ പല്ലവി, പല്ലവി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മയും മുത്തശ്ശനും ഞാനിവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നാ കരുതിയിരിക്കുന്നെ. നീ പോയി അവരുടെ സന്തോഷം ഇല്ലാതാക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ ഉത്തരം പറ. ശരി, ചോദിക്കൂ. പുതിയ ചോദ്യങ്ങളൊന്നുമില്ല, നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാ. വിശാൽ സാറുമായി നീ എന്താ ഒരുമിച്ച് ജീവിക്കാത്തത്? നിനക്ക് കിട്ടിയ കോടിക്കണക്കിന് സ്വത്തുക്കള് നീ എന്തിനു വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു? ഈ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറ. എന്നാ ഞാൻ മുത്തശ്ശനോടും അമ്മയോടും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയില്ല. എങ്ങനെ ഇവളോട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും? ജാസ്മിന്റെ കാര്യങ്ങളൊക്കെ ഇവളറിഞ്ഞാ കുഴപ്പമാവുമല്ലോ. എന്റെ കള്ളം പറയണോന്ന് ആലോചിച്ച് നിൽക്കാതെ സത്യം പറ. നീ കള്ളം പറയാൻ ശ്രമിച്ചാ ഈ പല്ലവി അത് കണ്ടുപിടിക്കുമെന്ന് നിനക്കറിയാലോ. ഉള്ളതുപോലെ പറ. അതൊന്നുമില്ല പല്ലവി. വിശാൽ സാറും ഞാനും പരസ്പരം മനസ്സിലാക്കിയ ശേഷം ഒരുമിച്ച് ജീവിക്കാമെന്ന് കരുതി. അതുകൊണ്ടാ ഇത്രയും ദിവസം മാറി നിന്നത്. ഈ സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കുന്നതാണ് വിശാൽ സാറിന് നല്ലതെന്ന് എനിക്ക് തോന്നി.
അതുകൊണ്ടാ ഈ സ്വത്തുക്കളൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തത്. നിനക്ക് തോന്നിയോ? നിനക്ക് അങ്ങനെ തോന്നി, ഇങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരും നമ്മളെ അപമാനിച്ചത്. ഇപ്പോഴും ആ ശീലങ്ങളൊന്നും മാറ്റാതെ എനിക്ക് അങ്ങനെ തോന്നി, ഇങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണോ? നീ എപ്പോഴും ഇതൊക്കെ മാറ്റുന്നേ? എല്ലാം ശരിയാവും പല്ലവി, വേഗം ശരിയാവും. ആ, നാളെ പൊങ്കാല വയ്ക്കാനായിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ പോട്ടെ. സത്യമായിട്ടും പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ ചെയ്യാൻ പോവുകയാണോ, അതോ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയാത്തതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണോ? ശരിയാക്കുന്നുണ്ട്. അല്ല മോളെ, ഈ പൊങ്കാല നേർച്ച എന്തിനു വേണ്ടിയാണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഈ പൊങ്കാല ഞാൻ എന്തിനു വേണ്ടി അർപ്പിക്കുന്നെന്ന് ഇവരോട് എങ്ങനെ പറയും? അച്ഛമ്മേ, അത് പറയാൻ പാടില്ലെന്നല്ലേ സാധാരണ പറയാറ്? പറഞ്ഞ ബലം കുറയില്ലേ? ശരിയാ, അങ്ങനെ പറയാറുണ്ട്. അമ്മ പറഞ്ഞ് ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്. അച്ഛമ്മയ്ക്കത് അറിയില്ലേ? ദേവി, അഘോരി പ്രവചിച്ചതുപോലെ ഒന്നും സംഭവിക്കില്ലേ? വിശാൽ സാറിനെ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കണേ. ഞാൻ കാരണം സാറിന്റെ ജീവന് ഒരു അപകടവും സംഭവിക്കില്ലേ? അറിയാം, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പൊങ്കാല ആത്മസമർപ്പണമാണ് മുത്തശ്ശി. ഞാൻ എന്റെ ആത്മാവിനെയാ ഇവിടെ സമർപ്പിക്കുന്നത്. കോപിഷ്ഠയായ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിന് പൊങ്കാല. നമ്മളെ ബാധിക്കാൻ പോകുന്ന എല്ലാ കഷ്ടതകളും പൊങ്കാല നിവേദ്യത്തിലൂടെ അകന്നു മാറിപ്പോയിക്കോളൂ. നിനക്കും ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവാണല്ലോ പാർവതി. പിന്നെ നീ ഇവളെ കുറിച്ച് എന്താ കരുതിയത്? പൊങ്കാല സമർപ്പിച്ച് മനസ്സർപ്പിച്ച് വിളിച്ച ദേവി വിളിപ്പുറത്തെത്തും. അല്ല, നിനക്ക് ദൈവിക കാര്യങ്ങളെല്ലാം നല്ല അറിവാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഏയ്, എനിക്കങ്ങനെ വലിയ അറിവൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാ അത് തെറ്റായി പോവും. എങ്കിലും ചില കാര്യങ്ങളൊക്കെ അറിയാം. അമ്മ എന്താ ചോദിക്കാൻ വന്നേ? പൊങ്കാല ഇടുമ്പോ ഈ വിളക്കും പടുക്കയും എന്തിനാ വെക്കുന്നേ? ഇതില് ദേവതാ സങ്കല്പം ഉള്ളതുകൊണ്ട്. ഈ നിലവിളക്കിലും പടുക്കയിലും കുടുംബ പരദേവതയും പരേതാത്മാക്കളെയും സങ്കല്പിക്കണം. ദുരിതങ്ങൾ ഒഴിയണേ, ഐശ്വര്യം ഉണ്ടാവണേ, എല്ലാ വാസ്തുദോഷങ്ങളും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ച നിറവറയും നിലവിളക്കും വയ്ക്കുന്നത്. ഓ, നിനക്ക് അറിവില്ലെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ ഒരു വലിയ അറിവല്ലേ? സത്യത്തില് നിറബറയും നിലവിളക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിന് പിന്നില്
ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. പൊങ്കാല തിളച്ചു തോന്നലും ഉണ്ട് കാര്യങ്ങൾ. അതെന്താണാവോ? പൊങ്കാല കിഴക്കോട്ട് തൂകിയാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും. പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല എന്ന് സാരം. ദൈവമേ, ഇവളുടെ അവസ്ഥ. തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ തൂവണേ. ഇവളുടെ ദുരിതം മാറാതെ ഇവളെ തെക്കോട്ടേക്ക് തന്നെ കെട്ടിയെടുക്കണേ. ഇവിടെ ചത്ത് മണ്ണൊടിയണേ. പാർവതിയുടെ പൊങ്കാല കിഴക്കോട്ട് തന്നെ തൂവട്ടെ. പൊങ്കാല തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ക്ഷേത്രം വലം വെച്ചിട്ട് വരാം. വാ.